എന്താ നിന്റെ ഉദ്ദേശം? ഇതും ഒരു ലഹരിയല്ലേ? നിനക്ക് ഇത് മാത്രമേ ചിന്തയുള്ളോ? സത്യം. പക്ഷെ നീ വിചാരിച്ചതല്ല. പിന്നെ ജീവിതം ഒന്നല്ലുള്ളൂ. അതിന് നമ്മുടെ കയ്യിലിരിക്കണ മയക്കൂറിനെ വീട്ടിൽ നിൽക്കണ്ടേ? മദ്യപിച്ച് വീട്ടിൽ വന്ന് സ്ഥിരം ബഹളുണ്ടാക്കുന്ന വീട്, ഭാര്യ ഭർത്താവും പരസ്പരം മനസ്സിലാക്കാണ്ട് സംശയത്തിന്റെ പേരിൽ വിഷയമുണ്ടാക്കി ഡൈവോഴ്സിന്റെ വക്കത്ത് നിൽക്കുന്ന വീട്, ഡൈവോഴ്സ് ചെയ്ത് നിൽക്കുന്ന വീട്, ഇങ്ങനെയുള്ള വീടുകൾ നമുക്ക് സെലക്ട് ചെയ്യണം. നിന്റെ ഒരു ഉദ്ദേശവും നടക്കില്ലടാ. അങ്ങനെയുള്ള വീട്ടിലെ പെണ്ണുങ്ങളെയല്ലേ നീ നോക്കണേ. നീ ഒരു പെണ്ണ, നിനക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നീ ഉദ്ദേശിച്ചതല്ല കാര്യം. നീ വിചാരിച്ച പോലെ അങ്ങനെയുള്ള വീട്ടിലെ പെണ്ണുങ്ങളെ അല്ല എന്റെ ഉദ്ദേശം. പിന്നെ ആരെ? നല്ല ചോദ്യം. നിങ്ങളെ സ്നേഹിക്കണം, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളെ മനസ്സിലാക്കിയാൽ മതി. നീ എന്റെ ജീവനാണ്. നമുക്ക് അടിച്ചുപിടിച്ച് ജീവിക്കണ്ടേ? വേണം. നമ്മുടെ കയ്യിലുള്ള മയക്കൂറിനെ വീട്ടിൽ നിൽക്കണ്ടേ? വേണം. അതിന് ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം. ഇങ്ങനെയൊക്കെയുള്ള വീട്ടിലെ പിള്ളേർ ഏകാന്തത അനുഭവിക്കുന്നവരായിരിക്കും. ഒരുതരം ഡിപ്രഷൻ. അവരെ സ്നേഹിക്കാനോ അവരോട് എന്തെങ്കിലും പറയാനോ ആരും ഉണ്ടാവില്ല. അവരുടെ ഇഷ്ടങ്ങളും അവരുടെ തമാശകൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും. കാരണം അവിടെയുള്ള കാരണന്മാര്, അവരുടെ പാരന്റ്സ്, അവരാണെങ്കിൽ അവർ ഓരോ പ്രശ്നങ്ങളുമായിട്ട് വിശ്വാസത്തിന്റെ പുറത്തുള്ള ഒച്ചപ്പാട് വേളക്കാണിക്കും. ഇവരാരും ശ്രദ്ധിക്കാതെ വരുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുന്ന കഞ്ചാവ് അവർക്ക് കൊടുക്കുന്നു. അവരത് വലിച്ച് അവർ ആ സങ്കടങ്ങളിൽ നിന്നും വിമുക്തി നേടുന്നു. എന്നിട്ട് പിന്നെ പല പ്രാവശ്യം കൊടുക്കുന്നു. അവർ സന്തോഷത്തോടുകൂടി പിന്നെയും പിന്നെയും മേടിക്കും. കാരണം പലവട്ടാകുമ്പോൾ നമ്മുടെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണല്ലേ. നമുക്കും ഇത് ചെലവായിട്ടല്ലേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ അവർക്ക് കടം കൊടുക്കാതെ നിങ്ങൾ അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്ന് കാശ് എവിടെ നിന്ന് സംഘടിപ്പിച്ചിട്ട് വരാൻ പറയും. അങ്ങനെ അവർ കാശ് സംഘടിപ്പിച്ച് വരുമ്പോൾ നമ്മൾ സാധനം കൊടുക്കുന്നു. അതും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കാശില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അവരോട് പറയും, സാധനം ഞങ്ങൾ നിങ്ങൾക്ക് തരാം, ഇതുപോലെ കസ്റ്റമേഴ്സ് നിങ്ങൾ കണ്ടെത്ത്. ആ കണ്ടെത്തിയിട്ടോ അതിൽ നിന്നുള്ള ലാഭം കണ്ടെത്തൂ. അങ്ങനെ നിങ്ങൾക്ക് അതൊരു ബിസിനസ്സും കൂടെ ആവും. ഓക്കെ അല്ലേ? പിള്ളേരുടെ ഭാവി അപ്പം നമ്മളല്ലല്ലോ നിശ്ചയിക്കണ്ടേ. ഓരോരോ പ്രശ്നങ്ങളും പറഞ്ഞു പോകുന്ന വീട്ടിൽ ഓരോ പാരന്റ്സ് ഉണ്ടല്ലോ, അത് അവർ തീരുമാനിച്ചോളും. ആ പ്രശ്നത്തിനിടയ്ക്ക് ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ ഭാവി പോകുന്നുള്ളവർ നോക്കണ്ടേ? നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പണം, ലഹരി വിൽക്കാൻ വേണ്ടിയുള്ള കസ്റ്റമേഴ്സ്, കുട്ടികൾ, പിള്ളേർ, അത് ആൺകുട്ടിയായിക്കോട്ടെ പെൺകുട്ടിയായിക്കോട്ടെ, നമുക്കത് മതി. പോരെ? പോലീസ് പിടിച്ചാലോ? അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് എവിടെയായിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞതാരാന്നറിയാം? മുരുകൻ. അതാണ്. നടക്കണ കാന്താരി, ഡക്കിട്ട് ചുവക്കണ ചുണ്ടാണേ, ഡക്കൊരു ചുംബനം തന്നാലോ,
ടാക്കുടീക്കുട്ടാവടി. ഞാനൊന്ന് പറയട്ടെ അച്ഛനമ്മമാരെ, നിങ്ങളുടെ വാശിക്ക് പുറകെ പോകുമ്പം ഒറ്റപ്പെട്ടു പോകുന്ന മക്കളെ ഓർത്തിയിടണം. വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ ചുറ്റും വലവീശി പിടിക്കാൻ വരുന്നുണ്ട് പുറകെ. അവരുടെ കയ്യിലെങ്ങാൻ പെട്ടുപോയാൽ മക്കളുടെ ഭാവി പെരുവഴിയാകും. തിരിച്ചു പിടിക്കാമെന്ന് കരുതിയാലോ മക്കൾ തിരിച്ചു വരാനാകാത്ത ലോകത്തേക്ക് പറന്നു പോകും. തിരിച്ചു പിടിക്കാമെന്ന് കരുതിയാലോ മക്കൾ തിരിച്ചു വരാനാകാത്ത ലോകത്തേക്ക് പറന്നു പോകും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഓരോ അച്ഛനമ്മമാരും പരസ്പരം അംഗീകരിക്കാതെ സംശയത്തിന്റെ പേരിൽ തമ്മിലടിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ തേടി ലഹരി മാഫിയ സംഘങ്ങൾ കറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ അറിയില്ല. എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം മക്കൾ കൈവിട്ടു പോയിട്ടുണ്ടാകും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.